സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ യുദ്ഖിലുനിൽ ജന്ന, ആ അമൽ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. മാത്രമല്ല വയുബാഇദുനി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ അത് വിദൂരാക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു അമല് പറഞ്ഞു തരണം. നമ്മളൊക്കെ ചില ഉസ്താദന്മാരടുത്ത് ചില തങ്ങന്മാരെ അടുത്തൊക്കെ പോയിട്ട് തങ്ങളെ ഒരു സ്വലാത്ത് പറഞ്ഞു തരണമെന്ന് ഇങ്ങനെ ഇജാസത്ത് ചോദിക്കലുണ്ട്, അല്ലേ? ഇജാസത്ത് ചോദിക്കലുണ്ട്. അപ്പൊ ഉസ്താദന്മാർ ഏതെങ്കിലും ഒക്കെ ഒരു നല്ല സ്വലാത്ത് പറഞ്ഞു തരും. എന്നാ ഒരാൾ ചെന്നിട്ട് ചോദിക്കാണ്, ഉസ്താദേ എനിക്കൊരു ദിക്റ് പറഞ്ഞു തരണം, എനിക്കൊരു ദിക്റ് പറഞ്ഞു തരണം. നിങ്ങൾ ഏതെങ്കിലും ദിക്റൊന്നും പറഞ്ഞെന്നാ പോരാ, പിന്നെയോ ആ ദിക്റ് ചൊല്ലിയാൽ ഞാൻ എന്തായാലും സ്വർഗത്തിലെത്തുന്ന ഉറപ്പ് എനിക്ക് വേണം. അങ്ങനത്തെ ദിക്റ് പറഞ്ഞു തരണോ? അപ്പൊ ഉസ്താദ് കുറച്ചൊന്ന് ആലോചിക്കും, ഇല്ലേ? എനിക്കൊരു സ്വലാത്ത് പറഞ്ഞു തരണം. ആ സ്വലാത്ത് ഞാൻ ചൊല്ലിയാൽ എന്റെ ക്യാൻസർ മാറുമെന്ന് ഉറപ്പ് കിട്ടണം. അങ്ങനത്തെ ഒരു സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഉസ്താദ് ചിലപ്പോ ഒരു വേള ചിന്തിക്കും, അല്ലെ, ഏതാ പറഞ്ഞു കൊടുക്കാൻ. എന്നാൽ എന്താ ഈ ചോദ്യോ? തങ്ങളെ എനിക്കൊരു അമല് പറഞ്ഞു തരണം. സാധാരണ അമല് പോരാ. യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി മിനന്നാർ, സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് വിദൂരാവുകയും വേണം. അല്ലെ, ഉസ്താദുമാരോടൊക്കെ ഇജാസത്ത് ചോദിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം, ചോദിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം, അല്ലേ? എനിക്കൊരു സ്വലാത്ത് പറഞ്ഞു തരണോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് എന്ന ആ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കോന്ന്. അങ്ങനെ പറഞ്ഞ അവിടെ നിർത്തി പോന്നോളണം. അടുത്ത ചോദ്യം ചോദിക്കരുത്. ചിലോല് ചോദിക്കൂ, ഉസ്താദ് ഈ സ്വലാത്ത് പ്രത്യേക സമയം വല്ലതുണ്ടോ ചെല്ലാനെന്ന് ചോദിക്കും, അല്ലേ? പ്രത്യേക സമയം വല്ലതുണ്ടോ, അല്ലെ എപ്പോഴെങ്കിലും ചെല്ലിയാ മതിയോന്ന് ചോദിക്കും. ആ ഉസ്താദ് ഓനെ ഏതായാലും ചോദിച്ചതല്ലേ, അപ്പൊ പറയൂ നീ ഏതായാലും സുബീന്റെ ആ സമയത്ത് അങ്ങോട്ട് ചൊല്ലിക്കോന്ന്. ഏതായാലും ഒരു ദിവസം തുടങ്ങുന്നത് 100 സ്വലാത്തും ചൊല്ലി തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഇവന്റെ അടുത്ത ചോദ്യോ, സുബീന്റെ സമയം എന്ന് പറഞ്ഞാല് സുബീന്റെ മുമ്പാണോ അല്ലെ ശേഷാണോ? സുബ്ഹാനല്ലാഹ്. ആ ഉസ്താദ് ഏതായാലും വിചാരിച്ച് സുബീന്റെ മുമ്പ്, അല്ലെ, സുബീന്റെ മുമ്പാണ് ചൊല്ലിക്കോ. അപ്പൊ ഓന്റെ അടുത്ത ചോദ്യോ, ഉസ്താദേ സുബീന്റെ മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ചെല്ലണോ? ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ചെല്ലണോ? അപ്പൊ ഉസ്താദ് വിചാരിച്ച ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീക്കട്ടെ, എന്നാ ഒരു തഹജ്ജുദെങ്കിലും നിൽക്കേരിയല്ലോ, സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെല്ലിക്കോ. അപ്പൊ ഓൻ തീരുമാനിച്ചിട്ട് നടക്കൂല കേട്ടോ, അല്ലേ? അവസാനം അവന്റെ തീരുമാനം എന്താ ഉണ്ടാവുക? ഇത് നടക്കൂല, സുബീന്റെ മുമ്പൊക്കെ എണീച്ച് 100 സ്വലാത്ത് ഇപ്പൊ ആർക്കാ നടക്കാൻ? അതിനാണ് ആദ്യം അപ്പ അറിഞ്ഞേമിൽ നിർത്തിയാൽ മതിയായിരുന്നു. എന്ത്? 100 സ്വലാത്തില്ലിക്കോ. എന്നാല് ഏതെങ്കിലും ഒരു നേരം കിട്ടുന്ന സമയത്ത് ചെല്ലിയെടുത്ത് തീർത്താൽ മതിയായിരുന്നു. മൂസാ നബിന്റെ കൗമ് പശുവിനെ അറക്കണോന്ന് പറഞ്ഞപ്പോ ചോദിച്ച് 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 അവസാനം അന്നാട്ടിൽ ആ വിശേഷണത്തെ ഒരൊറ്റ പശുവേ ഉള്ളൂ, അതിന് ഇരട്ടി വില കൊടുക്കേണ്ടി വന്നു. അല്ലെ, ചില സമയത്ത് വല്ലാതെ ചോദിക്കാൻ പാടില്ല, വല്ലാതെ ചോദിക്കരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോ ഹബീബായ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് പറയാണ്, സഅൽതനി അൽ അളീം വഇന്നഹു യസീറുൽ അലാ മൻ യസ്റഹു അല്ലാഹു അലൈഹി. അല്ലയോ നിങ്ങളൊരു വല്ലാത്ത കാര്യമാണല്ലോ ചോദിച്ചു കളഞ്ഞത്. എന്നാൽ അല്ലാഹു തആല ഒരാൾക്കത് എളുപ്പമാക്കി കൊടുത്താൽ അതവന് പ്രയാസമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അതേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന, നരകത്തിൽ നിന്ന് വിദൂരത്തായി കിട്ടുന്ന ചില അമലുകൾ പറഞ്ഞു കൊടുക്കുന്നു.
എന്താ പറയുന്നത്? മുആദേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അതുപോലെ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, റമദാനിൽ നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ കുറെ ഇബാദത്തുകൾ എണ്ണി എന്ന് പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നു, അല്ലയോ അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലിഹി. കുറെ അമലുകളെല്ലാം പറഞ്ഞപ്പോ ഇതെല്ലാം കൂടെ ചെയ്യണോന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുആദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്, ഓ ഈ പറഞ്ഞ ഇബാദത്തിൽ മുഴുവനോ കാമ്പ് ഞാൻ പറഞ്ഞു തരണോ? അതില്ല അന്തസത്ത, അതില്ല സത്തയായ കാര്യം ഞാൻ പറഞ്ഞു തരണോ? ഇതെന്ന് ചോദിച്ചപ്പോ മുആദ് തങ്ങൾ പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അതേ തങ്ങളെ, അത് തന്നെയാ കിട്ടേണ്ടത്, അത് തന്നെയാ കേൾക്കേണ്ടത്. ആ സമയത്ത് ലോകത്തിലെ നേതാവ് ചെയ്തതെന്താണെന്നറിയോ? അവിടുന്നതാ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൈ കൊണ്ടങ്ങ് പിടിച്ചിട്ട് മുആദ് തങ്ങളോട് പറയാണ്, ഉഫ്ഫ അലൈക ഹദാ, മുആദേ, നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറണോ, നരകത്തിൽ നിന്ന് വിദൂരത്താവണോ? ഈ നാവില്ലയോ, ഇവനെ നന്നായി സൂക്ഷിച്ചോ മോനെ, ഇവനെ നന്നായിട്ട് സംരക്ഷിച്ചോ മോനെ, അല്ലാതെ സ്വർഗം കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ മഹാന്മാരായ ആളുകൾ പറഞ്ഞു തരുന്നത്, ഇഹ്ഫള് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗല്ലക ഇന്നഹു സുഅബാനു كم في المقابر من قتيل لسانه كانت تخاف لقاءه شجعان. വലിയ അർത്ഥവത്തായ വാക്കുകളാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇഹ്ഫള് ലിസാനക അയ്യുഹൽ ഇൻസാനു, അല്ലയോ മനുഷ്യ, നീ നില്ല നാവിനെ സൂക്ഷിച്ചോ. ലാ യൽദഗല്ലക ഇന്നഹു സുഅബാനു, അതൊരു വല്ലാത്ത വിഷമുള്ള പാമ്പിനെ പോലെയാണ്. ആ പാമ്പിൽ കുത്തുകിട്ടിയ നീ നശിച്ചു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നാവാകുന്ന വിഷമുള്ള പാമ്പിൽ കൊത്തു കിട്ടാതിരിക്കാൻ നീ നന്നായി സൂക്ഷിച്ചോ. ഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത് തഖാഫു ലിഖാഅഹു ശജഅനു. എത്ര ആളുകളാ ഖബറിലുള്ളത് എന്നറിയോ? പുറത്തു നിന്ന് നോക്കുമ്പോ എല്ലാ ഖബറുകളും ഒരുപോലെയാ. എന്നാൽ ആ ഖബറിലെ ഉൾവശം, അതിന്റെ അവസ്ഥ നമ്മൾ അറിയില്ലല്ലോ. ഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത് തഖാഫു ലിഖാഅഹു ശജഅനു. മഹാന്മാര് ചോദിക്കാണ്, മോനെ, എത്രയെത്ര ആളുകളാണ് നാവ് കാരണം ഖബറിൽ സമാധാനം കിട്ടാതെ കിടക്കുന്നത് എന്നറിയോ? ജീവിതത്തിൽ പറഞ്ഞുപോയ ചില വാക്ക് കാരണം ഖബറിൽ സമാധാനം നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട് എന്നറിയോ? അതുകൊണ്ട് മോനെ, നിന്റെ നാവിനെ നീ നന്നായി സൂക്ഷിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു
ഈ നാവ് കൊണ്ടുണ്ടാവുന്ന അപകടം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നും അല്ലല്ലോ. നമ്മുടെ ഉമ്മത്തിൽ നിന്ന്, റസൂലുള്ളാന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പോകുന്ന ആളാരാ? അതിന്റെ മറുപടി നിങ്ങൾ പറഞ്ഞാൽ മദീനി വേദന. റസൂലുള്ളാന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്ത് പോകുന്ന ആളാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കൊക്കെ അറിയാം. പറഞ്ഞാ ഞാനൊരു വലിയ ആളായി പോന്നുള്ള വിനയം കൊണ്ട് പറയാതെക്കാന്നും എനിക്കറിയാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് അവ്വലു മൻ യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മത്തി അബൂബക്കർ. എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗ്ഗത്തിലേക്ക് വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ കാണാം, അവിടുന്ന് വായിൽ ചരൽക്കല്ല് വാരിയിട്ടിട്ടായിരുന്നു നടക്കല്. വായിൽ കല്ല് വാരിയിട അല്ലേ, അത് വാരിയിട്ടിട്ടാ നടക്കല്. എന്തിനാ? ആവശ്യമില്ലാത്ത വർത്താനം വന്നു പോകുമെന്ന് ബേജാറായിട്ട് അല്ലേ. ഇനി സംസാരിക്കല് അത്യാവശ്യമുള്ള ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വായിൽ നരിച്ച് ചലൽക്കല്ലും വാരിയിട്ട് നടക്കുന്ന ഒരാൾക്ക് സംസാരിക്കണോന്ന് വിചാരിച്ചാൽ എന്തൊരു അധ്വാന അല്ലേ. അതെല്ലാം കൂടെ പുറത്ത് വെച്ച് എന്നിട്ട് സംസാരിക്കണം. അതുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നവനോട് പോയിട്ട് സലാം പറയരുത് എന്ന് പറഞ്ഞത്. ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്റെ അടുത്ത് പോയിട്ട് സലാം പറയരുത് അല്ലേ. അവനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം ഓനാട് പറഞ്ഞാൽ തൊള്ളയെല്ലാം മുഴുവൻ മറ്റവന്റെ മോന്തമ്മലുണ്ടാവും. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വെറുതെ സംസാരിപ്പിക്കാൻ നിൽക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കരുത്. അത്യാവശ്യമുള്ള നല്ല കാര്യങ്ങളാണെങ്കിൽ പറയാം, അല്ലാത്ത ഇങ്ങനെ സംസാരിക്കരുത്. അത് ഈ മുന്നിലുള്ള ആളുകൾക്കും വലിയ ഇടങ്ങേറാണ് അല്ലെ. തിന്നുന്നതിന്റെ ഓരോ ചീള് ഇങ്ങനെ തെറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെ അത് പറയാന്നിട്ട് മറ്റവൻ അറിയയില്ല. എന്നാൽ ഇതാണ്ട് തിന്നാൻ അവന് ഭയങ്കര ഇടങ്ങേറും. മറ്റവന്റെ തൊള്ളയെല്ലാം ഇങ്ങനെ തെറിക്കുക. അപ്പം ഭയങ്കര വിറ്റൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മര്യാദ വേണം. ചില ആൾക്കാരുണ്ട് ഈ ചവയ്ക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾപ്പിച്ചിട്ട് മറ്റുള്ളവരെ ഇടങ്ങേറാൻ. ഭക്ഷണം കഴിക്കുന്നിടത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരൽക്കല്ല് വാരിയിട്ടിട്ട് നടക്കാണ്. നിങ്ങൾ ആലോചിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ ഇപ്പൊ എന്ത് ബേജാറാവാനാ? നബിതങ്ങളല്ലേ പറയുന്നത് ഒന്നാമത് സ്വർഗത്തിൽ അബൂബക്കറ കയറാൻ. ഏതെങ്കിലും കള്ള ശൈഖൊന്നുമല്ല, ഏതെങ്കിലും കള്ള ശൈഖൊന്നുമല്ല. ഇപ്പൊ കൊറേ ശൈഖന്മാരിറങ്ങിയ കാല അല്ലേ. ഇപ്പൊ പുതിയൊരു ശൈഖ്, പുതിയല്ല കുറച്ചായി ഷർറ തുടങ്ങിയിട്ട് അല്ലേ. ഇപ്പോ റമളാനിൽ ഇപ്പൊ പറച്ചിൽ തുടങ്ങിയ എന്താ? നമ്മളെ ഉസ്താദുമാരൊക്കെ ഗൾഫിൽ പോയിട്ട് പിരിവ് നടത്തുന്നതൊന്നും റമളാൻ ചെയ്യേണ്ട പരിപാടിയല്ല. ആകെ റമളാനിൽ ചെയ്യേണ്ടത് ഖുർആൻ ഓതി ഇങ്ങനെ നിൽക്കലാണ് ഏറ്റവും നല്ലത്. വേറെ പണിയൊക്കെ മാറ്റിയേക്കണോ? ഇത് അറിഞ്ഞൂടായിരുന്നു ബദരീങ്ങൾക്ക്. ഇത് ബദരീങ്ങൾക്ക് ബോധ്യല്ല. അതുകൊണ്ട് ഓല അറിയാണ്ട് ബദറിൽ പോയി പോയത്. ഖുർആൻ ഓതി ഇരിക്കേണ്ട കാലത്ത് അറിയാണ്ട് ബദറിൽ പോയി പോയതാണ് അല്ലെ. ബദരീങ്ങൾക്ക് തിരിയാത്തൊരു ദീനെ തിരിഞ്ഞ കുറച്ച് ശൈഖന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു അവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തന്ന ഈമാൻ അള്ളാഹു തിരിച്ചെടുക്കാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് നേരിട്ട് പറയാൻ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളാണ് ആദ്യം സ്വർഗത്തിലെത്തുക. ആ അബൂബക്കർ തങ്ങള് നാവിനെ വല്ലാതെ സൂക്ഷിച്ചിരുന്നു എന്ന് കാണാം. അതാണ് നാവ് കാരണം മക്ബറയിൽ സമാധാനം കിട്ടാതെ എത്രയോ ആളുകൾ കിടക്കുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി തങ്ങള് അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ചില മഹത്തുക്കളായ ആളുകൾ ഒരു നാട്ടിൽ